ഇന്ന് ഏപ്രിൽ 10 നമ്മുടെ സൗജന്യ ഇംഗ്ലീഷ് പരിശീലനം ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. എല്ലാവരും നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്ത് റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് എളുപ്പമുള്ളത് വെച്ച് തുടങ്ങാം. എളുപ്പമുള്ളത് വെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താണ്, നമുക്കൊരു കോൺഫിഡൻസും താല്പര്യവും ഒക്കെ കൂടുന്ന പറയാം. അപ്പൊ നമുക്ക് പ്രവൃത്തികൾ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കുകൾ, അതായത് ആക്ഷൻ വേർഡ്സ് അഥവാ വേർബ്സ്, ക്രിയകൾ, ഓടുക, ചാടുക, ടി വി കാണുക, തിന്നുക, പല്ല് തേക്കുക, അങ്ങനെയുള്ള കോമൺ പ്രവൃത്തികളുടെ വാക്കുകൾ, ക്രിയകൾ, വേർബ്സ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയുക. അത് വെച്ച് നമുക്ക് തുടങ്ങാം. എല്ലാവരും ബുക്കും പെന്നും, ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറയുന്ന ഓരോ വാക്കുകൾ, കേൾക്കുന്ന ഓരോ വാക്കുകളും, നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന ഓരോ വാക്കുകളും, അതിന് ഞാൻ പറയുന്ന അതിന്റെ വിശദീകരണവും നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. എന്നിട്ട് ആ എഴുതിയത് 1-2 തവണ വായിക്കണം. അതോടൊപ്പം തന്നെ ക്ലാസിന്റെ ഇടയിൽ, ക്ലാസ് വീഡിയോയുടെ ഇടയിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ചെറിയ എഴുത്തുകൾ, ക്ലാസ് വർക്ക്സ്, അതും നോട്ടിൽ രേഖപ്പെടുത്തണം. ഈ ക്ലാസ് വർക്ക് കഴിഞ്ഞതിനാൽ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് ചെയ്തതും നല്ല വൃത്തിയിൽ, എനിക്ക് കണ്ടാൽ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തിട്ട് അയക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും ബുക്കും പെന്നും ഓപ്പൺ ചെയ്യൂ. Let's start learning English. ഓക്കെ, ആക്ഷൻ വേർഡ്സിൽ നമുക്ക് ആദ്യം തന്നെ എളുപ്പമുള്ള ഒരു വാക്ക് നോക്കാം. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഓടുക. ഓടുക, RUN, റൺ. RUN, റൺ, ഓടുക. റൺ, 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 ഓടുക, റൺ. ഇനി ഓടുക എന്നുള്ളത് ഓടി, ഓൾറെഡി ഓടിക്കഴിഞ്ഞു, ഓടി, ചെയ്തു കഴിഞ്ഞു, ഓടി. അതെങ്ങനെ പറയും? ഓടുക, റൺ, RUN, റൺ. എന്നാൽ ഓടി എന്ന് പറയുന്നത് RAN, 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 റൺ, ran. ഇനി ഞാൻ ഇന്നലെ ഒരാളോട് ഡിസ്കസ് ചെയ്യാണ്. ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അതിനു മുന്നേ കഴിഞ്ഞുപോയ ഒരോട്ടം. ഇന്ന് ഞാൻ ഇന്നലത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നു, അത് റാൻ, ഓടി. ഇന്നലെ ഞാൻ അതിനേക്കാൾ മുന്നേയുള്ള കഴിഞ്ഞുപോയ ഒരു ഓട്ടത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്, സംസാരിക്കുകയാണ്. അത് സംസാരിക്കുന്നതോ ഇന്ന് ഞാൻ പറയുന്നു. ഇന്നലെ നമ്മൾ ഓൾറെഡി പറയുമ്പോൾ ആ ഓട്ടം ഓൾറെഡി കഴിഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അതിനും മുന്നേ അത് കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ റാൻ എന്നല്ല പറയുക. റണ്ണിന്റെ മൂന്നാമത്തെ ഫോം V3 എന്ന് പറയും. റൺ എന്ന് പറയുന്നത് ബേസ് ഫോം, അല്ലെങ്കിൽ ഓടുക എന്ന് പറയുന്നത് ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ് റൺ. ഓക്കെ, അത് കഴിഞ്ഞു പോയതാണെങ്കിൽ V2, പാസ്റ്റ് ഫോം എന്ന് പറയും. V2 ഫോം, പാസ്റ്റ് ഫോം, കഴിഞ്ഞു പോയ കാര്യം, അതാണ് റാൻ, RAN, റാൻ, V2 ഫോം. ഇനി അതല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, കഴിഞ്ഞ കാലത്ത് പറയുമ്പോൾ തന്നെ അത് കഴിഞ്ഞു പോയിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് V3 ഫോമാണ്. പക്ഷെ റണ്ണിന്റെ V3 ഫോം റൺ തന്നെയാണ്. റൺ, റാൻ, റൺ, RUN, റൺ, RAN, റാൻ, RUN, റൺ. V1, V2, V3 അതെന്താണെന്ന് മനസ്സിലായല്ലോ. V1 എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വാക്ക് അല്ലെങ്കിൽ ബേസ് ഫോം. ഓടുക, ചാടുക, പറയുക, തിന്നുക, കുടിക്കുക, ഇതൊക്കെ V1 ഫോമാണ്. കഴിഞ്ഞു പോയതാണെങ്കിൽ അത് V2 ഫോമാണ്. ഈ കഴിഞ്ഞു പോയ കാലത്തിന് മുന്നേ കഴിഞ്ഞു പോയതാണെങ്കിൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോമാണ്. ഓക്കെ, ഇവിടെ ഓടുക എന്നുള്ളതിന്റെ ബേസ് ഫോം അഥവാ V1 ഫോം റൺ, കഴിഞ്ഞു പോയത് അഥവാ പാസ്റ്റ് ഫോം റാൻ, അതിനേക്കാൾ മുൻപ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം റൺ. ഓക്കെ, മനസ്സിലായല്ലോ? ഓടുക,
റൺ. ഓടി, ran. ഇനി നമുക്ക് നോക്കാനുള്ളത് റൺ, ഓടുക. റാൻ, ഓടി, RUN, റൺ. ഓടുക, RAN, റാൻ, ഓടി. ഇനി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന ഒരാളെ നോക്കിയത് അവൻ ഓടുകയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ ING ആഡ് ചെയ്യും. ING ചേർത്ത് വെക്കും. RUNNING ചേർത്ത് വെക്കുമ്പോൾ റണ്ണിൻ്റെ ഒപ്പം ഒരു N കൂടി ആഡ് ആകും. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് എങ്ങനെയാണ്? RUNNING, റണ്ണിങ്. റൺ, റാൻ, റണ്ണിങ്. ഇതിന് V4 V5 ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അങ്ങനെ V4 V5 എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട. നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ING ഫോം ചേർക്കും, ING ചേർക്കും. അതാണ് റണ്ണിങ്. RUN, റൺ, RAN, റാൻ, RUNNING, റണ്ണിങ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൺ, ഓടുക. റാൻ, ഓടി. റണ്ണിങ്, ഓടുന്നു. അവൻ ഓടുന്നു. അവൻ ഓടി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ഓടി എന്ന് പറയുമ്പോൾ റാൻ എന്ന് ഉപയോഗിക്കണം. ഓടുന്നു എന്ന് പറയുമ്പോൾ റണ്ണിങ് എന്ന് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് സെന്റൻസസ് നോക്കാം. ഓക്കെ, സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകങ്ങൾ. വാചകങ്ങൾ. ഒരു വാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആശയത്തെ മുഴുവനായും കാണിച്ചു തരുന്നത്. അതായത് ഹി ഈസ് റണ്ണിങ്, അവൻ ഓടുന്നു, അവൻ ഓടുകയാണ്. ഷീ ഈസ് റണ്ണിങ്, അവൾ ഓടുന്നു, അവൾ ഓടുകയാണ്. ഐ ആം റണ്ണിങ്, ഞാൻ ഓടുന്നു, ഞാൻ ഓടുകയാണ്. ഇത് മൂന്നും എന്താണ്? വളരെ ചെറിയ സെന്റൻസസ്, ചെറിയ വാചകങ്ങളാണ്. അതിൽ ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഓരോ വാചകവും ഒരു കാര്യത്തെ മുഴുവനായി പറഞ്ഞിരിക്കും. അതിൽ അർത്ഥമില്ലാത്ത ഒരു ഭാഗം, അതായത് അർത്ഥമില്ലായ്മ അല്ലെങ്കിൽ അർത്ഥത്തിന് പൂർണ്ണതയില്ലായ്മ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കുറവ് നമ്മുടെ വാചകങ്ങൾക്ക് ഉണ്ടാവില്ല. വാചകത്തിന്റെ അർത്ഥം പൂർണ്ണമായിരിക്കും. ഹി ഈസ് റണ്ണിങ്, ഷീ ഈസ് റണ്ണിങ്, ഐ ആം റണ്ണിങ്. ഈ വാചകങ്ങളെയാണ് നമ്മൾ സെന്റൻസസ് എന്ന് പറയും. സെന്റൻസസ് എന്ന് ഇത് എഴുതി വെച്ചോളൂ. SENTENCES, സെന്റൻസസ്. ചിലത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടാവില്ല, ഞാൻ പറയുന്ന വോയിസിലായിരിക്കും. അത് നിങ്ങൾ എഴുതി നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവണം. അതൊക്കെ പ്ലസ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത്. സെന്റൻസസ്, സെന്റൻസസ്, SENTENCES, സെന്റൻസസ്, സെന്റൻസസ്. ഓക്കെ, സെന്റൻസസ് എന്ന് വെച്ചാൽ വാചകങ്ങൾ, അർത്ഥം പൂർണ്ണമായിട്ടുള്ള വാചകങ്ങൾ. അതാണ് സെന്റൻസസ്. ഇതാ വേറെയും 3 സെന്റൻസസ്. ഇതാ, ഷീ റാൻ ഹോം, he runs very fast, they are running. She ran home, അവൾ വീട്ടിലേക്ക് ഓടി. റാൻ, ഓടി. ഹോം, വീട്ടിലേക്ക്. ഓക്കെ, വീട്, ഹോം. ഓക്കെ, he runs very fast, അവൻ വളരെ വേഗത്തിലാണ് ഓടുന്നത്. ഹി റൺസ് വെരി ഫാസ്റ്റ്, അതായത് ഒരാളുടെ ശീലം അല്ലെങ്കിൽ ഒരാളുടെ കഴിവാണ് അവിടെ പറയുന്നത്. ഹി റൺസ് വെരി ഫാസ്റ്റ്. വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗതയിൽ. വെരി ഫാസ്റ്റ്, വളരെ വേഗത്തിൽ. ഹി റൺസ് വെരി ഫാസ്റ്റ്, അവൻ വളരെ വേഗത്തിൽ ഓടുന്ന ഒരാളാണ്. ഓക്കെ, ദേ ആർ റണ്ണിങ്, അവർ ഓടുകയാണ്, അവർ ഓടുന്നു. ഷീ റാൻ ഹോം, റാൻ, ഓടി. ഷീ റാൻ ഹോം, അവൾ വീട്ടിലേക്ക് ഓടി. ഹി റൺസ് വെരി ഫാസ്റ്റ്, അവൻ വളരെ വേഗത്തിൽ ഓടുന്നയാളാണ്. ദേ ആർ റണ്ണിങ്, അവർ ഓടുന്നു, അവർ ഓടുകയാണ്. ഓക്കെ, അടുത്ത വാക്കാണ് ചാടുക. ചാടുക അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ജംപ്. JUMP, ജംപ്. ജംപ്, ജംപ്, ജംപ്. ചാടുക, ജംപ്. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ആവർത്തിക്കുക. ജംപ്,
നമ്മൾ ഒരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് അതിലെ അക്ഷരങ്ങളൊക്കെ വളരെ സ്പഷ്ടതയോടുകൂടി പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ വായ തുറന്ന് വെച്ച് നാവും വായുടെ ഭാഗങ്ങളൊക്കെ വേണ്ട രീതിയിൽ വളച്ചൊടിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അത് ഏത് ഭാഷയായാലും, മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വായ തുറന്ന് ഉച്ചത്തിൽ തന്നെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ? ജംപ്, ചാടുക. ജംപ്, ജംപ്. ഇനി ജംപ് എന്ന വാക്ക്, ചാടുക എന്ന വാക്കിന്റെ V1, V2, V3 രീതിയിൽ നമുക്ക് നോക്കാം. ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം ജംപ്, ചാടുക. അത് കഴിഞ്ഞു പോയതാണെങ്കിൽ ചാടിക്കഴിഞ്ഞു, ചാടി എന്ന് പറയണമെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഒരു ED അതിൽ ചേർത്ത് വെക്കും. JUMPED, ജംപ്ഡ്, ജംപ്ഡ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ജംപ്ഡ് എന്ന് പറയുമ്പോൾ ജംപ്ഡ് എന്നൊന്നും പറയരുത്. ജംപ്, ജംപ്, P ആണ് അവസാനം. അപ്പൊ ജംപ്ഡ് എന്ന് പറയുമ്പോൾ P കഴിഞ്ഞിട്ടുള്ള ED എന്നുള്ളതിന് ഒരു ടി എന്നുള്ള ഒരു ശബ്ദത്തിലേക്ക് ചുരുക്കിയിട്ട് വേണം ഉച്ചരിക്കാൻ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ജംപ്ഡ്, 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 ജംപ്ഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്, ജംപ്, ജംപ്ഡ്, jumped. Okay? Jump, jumped, jumped. അതില് ജംപ് എന്നുള്ളത് V1, V2 V3 jumped. ഓക്കെ? മനസ്സിലായല്ലോ? V2 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. ജംപ് എന്നുള്ള ബേസ് ഫോം V1, V2, V3. V1 എന്നുള്ളത് ബേസ് ഫോം, V2 എന്നുള്ളത് പാസ്റ്റ് എന്ന് പറയും, കഴിഞ്ഞു പോയത്. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. നിങ്ങളത് ഉച്ചരിക്കാൻ ജസ്റ്റ് ഒന്ന് കേട്ട പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കണം എന്നല്ല. അത് നിങ്ങൾ ഒരുപാട് തവണ കേൾക്കുമ്പോൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ? അപ്പോൾ അതിൽ ഓവർ ടെൻസ്ഡ് ആവണ്ട, അത് നിങ്ങൾ കേട്ട് കേട്ട് റെഡിയായി വരും. V1 ഫോം എന്ന് പറയുന്നത് ബേസ് ഫോമാണ് ജംപ്. V2 ജംപ്ഡ്, V3 ജംപ്ഡ്. ഇത് പറഞ്ഞ് തന്നെ ഉച്ചരിച്ച് തന്നെ റെഡി ആവണം. ജംപ്ഡ് എന്നൊന്നും പറയരുത്, ജമ്പ് എന്നൊന്നും പറയരുത്. ഇറ്റ് ഈസ് ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. ഓക്കെ? ഓക്കെ. ജംപ്, ചാടുക. ജംപ്ഡ്, ചാടി. ഇനി ചാടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, ചാടുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ING ആഡ് ചെയ്യണം, അല്ലേ? ജംപിങ്, ജംപിങ്. JUMP, ജംപ്. JUMPED, jumped. JUMPING, jumping. Jump, jumped, jumping. ഞാൻ വീണ്ടും പറയാണ്, ജംപ്ഡ് എന്നൊന്നും പറയരുത്. ഇറ്റ് ഈസ് ജംപ്ഡ്, ജംപ്ഡ്, ജംപ്, ജംപ്ഡ്, ജംപിങ്. അവിടെ ആ ചിത്രത്തിൽ നോക്കൂ, ഒരു ആപ്പിൾ ഇങ്ങനെ എന്താ ചെയ്യുന്നേ? ആപ്പിൾ ഇസ് ജംപിങ്, അല്ലേ? ആപ്പിൾ ഇസ് ജംപിങ്. ആപ്പിൾ എന്താണ്? ചാടുകയാണല്ലേ? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ജംപിങ്, അല്ലെ? കണ്ടിന്യൂസ്ലി ജംപിങ്, അല്ലെങ്കിൽ ജംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ജമ്പ് ചെയ്യുന്നതിനെയാണ് ജംപിങ് എന്ന് പറയുന്നത്. ഓക്കെ? ആ ആപ്പിൾ എന്താ ചെയ്യുന്നത്? ആപ്പിൾ ഇസ് ജംപിങ്. ഇനി നമുക്ക് ജംപ് വെച്ചിട്ടുള്ള വാചകങ്ങൾ നോക്കാം, സെന്റൻസസ്. ഓക്കെ? ഹി ഈസ് ജംപിങ്, അവൻ ചാടുകയാണ്. ഷീ ഈസ് ജംപിങ്, അവൾ ചാടുകയാണ്. ഐ ആം ജംപിങ്, ഞാൻ ചാടുകയാണ്. ഹി ഈസ് ജംപിങ്, ഷീ ഈസ് ജംപിങ്, ഐ ആം ജംപിങ്. ഹി ഈസ് ജംപിങ്, ഷീ ഈസ് ജംപിങ്, ഐ ആം ജംപിങ്. അടുത്തതാ ഒരു 4 വാചകങ്ങൾ കൂടി ജംപ് വെച്ചിട്ട്. ഷീ ഈസ് ജംപിങ് ഓൺ ദ ബെഡ്. നമ്മൾ കുട്ടിക്കാലത്ത്, ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും, വലിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ബെഡിൽ ചാടാത്ത ആളുകൾ ഉണ്ടാവില്ല, അല്ലെ? ചാടിക്കളിക്കാത്ത. ഓക്കെ? ഷീ ഈസ് ജംപിങ് ഓൺ ദ ബെഡ്, അവൾ ബെഡിന്റെ മുകളിൽ ചാടുകയാണ്. ഓക്കെ? ഹി ജംപ്ഡ് ഫ്രം ദ ട്രീ, അവൻ മരത്തിൽ നിന്നും ചാടി. ജംപ്ഡ്, ചാടി. ജംപ്ഡ്, ചാടി. ഐ വിൽ ജംപ് ഇൻ ടു ദ പൂൾ, ഞാൻ പൂളിലേക്ക് ചാടും.
വി ആർ ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ മുകളിലോട്ടും താഴോട്ടും ചാടുന്നു. വി ആർ ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. വി ആർ ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചാടുന്ന സമയത്ത് മുകളിലേക്കും താഴേക്കും തന്നെയാണ് വരുന്നത്. അങ്ങനെ പറയുന്നതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇറ്റ്സ് എ ജോളി മൂഡ്, ഒരു പ്ലേ മൂഡിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്. വി ആർ ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഷീ ഈസ് ജമ്പിങ് ഓൺ ദ ബെഡ്. ഹി ജംപ്ഡ് ഫ്രം ദ ട്രീ. ഐ വിൽ ജംപ് ഇൻ ടു ദ പൂൾ. വി ആർ ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ് നമ്മൾ 2 ആക്ഷൻ വേർഡ്സ് നോക്കി. ഓടുക, ചാടുക. റൺ, ജംപ്. ഇന്ന് ഓവർ ബർഡൻ ചെയ്യുന്നില്ല. ഇത് രണ്ടും നന്നായി നോക്കുക, സെന്റൻസസ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോംവർക്ക് നിങ്ങൾക്ക് വഴിയെ വരുന്നതാണ്. ഓക്കെ, ബൈ.